കുണയ്ക്കുന്ന തള്ളച്ചിയുടെ തന്തയുടെ രണ്ടാം കെട്ടിന് മട്ടൻ ബിരിയാണി തിന്നാനല്ല ആ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു തള്ള ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. കളി തരുമോ കരള എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നില്ലേ? അതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ നിങ്ങൾ ഈ പങ്കുവയ്ക്കുന്നത്? കന്നിമാസത്തിൽ കളി കിട്ടാതെ കാഴ്ച നടക്കുന്ന കൊടിച്ചി കൂത്തി പട്ടികൾക്ക് പോലും ഇത്ര ഫ്രസ്ട്രേഷൻ ഞാൻ കണ്ടിട്ടില്ല. വലിയ ഫെമിനിസത്തിനെ പറ്റി വാദവരാതെ കിടന്ന് തോലിക്കുന്നുണ്ടല്ലോ. അല്ലാതെ തന്തയുടെ തറവാട്ട് വീട്ടിലിരുന്ന് കണ്ണി കണ്ട കഴിവേറി തള്ളച്ചികളോട് പറയുന്ന കാട്ടവരാതങ്ങളൊന്നും വന്നിങ്ങനെ ഇന്റർനെറ്റിൽ വിളിച്ചു പോകാൻ നിൽക്കരുത്. വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ്. ആദ്യം തന്നെ മുൻകൂറായിട്ട് ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ്. അഥവാ ഞാൻ ഈ വീഡിയോയിൽ അതിൽ വിട്ടെന്തെങ്കിലും പറഞ്ഞു പോവുകയാണെങ്കിൽ, പറയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്, പറഞ്ഞു പോവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സംഭവം വേറൊന്നുമല്ല, ദയാ സുജിത്ത്, നമ്മുടെ മഞ്ജു പിള്ളയുടെ മകൾ പോസ്റ്റ് ചെയ്ത കുറച്ച് ഫോട്ടോകളും അതിനെതിരെ ഷഫീന ബീവി ചെയ്ത ഒരു വീഡിയോയുമാണ് ഇന്നത്തെ വിഷയം. ദയാണെങ്കിൽ ഏതൊരു മോഡലിംഗ് കമ്പനിക്ക് വേണ്ടി, ഏതൊരു ഡിസൈനർക്ക് വേണ്ടി എന്തോ അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇട്ട് ഒരു മോഡലിംഗ് ഷൂട്ട് ചെയ്തതും ആ ഷൂട്ടിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു. നമുക്ക് ആ ഫോട്ടോസ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഫോട്ടോസ്. 3 പോസ്റ്റുകളിലായിട്ട് 9 ഫോട്ടോകൾ ദയ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനർ ആരാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഷൂട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളവരെ ആ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ആ ഫോട്ടോസ്. ഇതിനെതിരെ ഷഫീന ബീവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെമിനിസം ഇതാണ് ഫെമിനിസത്തിനെ പൊക്കി പറഞ്ഞു. താൻ സ്വയം പ്രഖ്യാപിത ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് ഷഫീന ബീവി സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഈ ഇരട്ടത്താപ്പ് ഷഫീന ബീവി പങ്കുവയ്ക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു പുച്ഛഭാവം മിന്നിമറയുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഫേസ്ബുക്കിൽ തൂറിമെഴുകി നടന്നിരുന്ന തള്ളച്ചികളൊക്കെ ഇൻസ്റ്റഗ്രാമിലേക്ക് ആരാണ് നയിച്ചുകൊണ്ട് വന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഫേസ്ബുക്കിൽ തൂറിമെഴുകി വിഷം തുപ്പുന്ന ഇമ്മാതിരി തള്ളച്ചികൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെന്ന് പരിചയപ്പെടുത്തി കൊടുത്തവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ്റെ അണ്ണാക്ക് മുതൽ ആസനം വരെ പഴുത്ത കാന്താരി അരച്ചു തേക്കാനുള്ള ഒരു ത്വര ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഈ വീഡിയോയിൽ ഇവരുടെ കൊണപതികാരം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഓടിയെത്തിയിരുന്നു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. തെറ്റുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് ഓടിയെത്തിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് ഈ സഫീന ബീവിയുടെ വീഡിയോ കാണാം. നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് എന്തോ തള്ള വൈബ്, ആന്റി വൈബ്, മുത്തശ്ശി വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഗ്രേഡ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ആ ഒരു കിണത്തിൽ പെടുത്തിയാൽ മതി. ശരിയാണ്, ഒരു മുത്തശ്ശി വൈബ് എന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ദയ പങ്കുവെച്ച ഈ 9 ഫോട്ടോകളിൽ സമൂഹത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ സമൂഹത്തിനെതിരെയുള്ള എന്ത് അനീതിയാണുള്ളത് എന്ന് എനിക്കറിയില്ല. ബീവി കണ്ടുപിടിച്ച അനീതികൾ, ഓരോ ഫോട്ടോയിലും കണ്ടുപിടിച്ച സമൂഹത്തിനെതിരെയുള്ള അനീതി എന്താണെന്നുള്ളത് നമുക്ക് ബീവി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്കതൊന്ന് കാണാം. ഞാനിത് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല ഇടങ്ങളിൽ ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നിമിഷ ബിജുവിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിമിഷ ബിജു ക്രോസിംഗ് ദ ലിമിറ്റ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ അത് മറ്റൊരു സെക്ഷനായിട്ട് അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ എന്തൊക്കെയാണ് സമൂഹത്തിന്റെ അനീതികൾ, എന്തൊക്കെയാണ് ആളുകളുടെ ലിമിറ്റുകൾ, എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് എന്ന് ബീവിയുടെ ഡെഫിനിഷൻ ഓഫ് സമൂഹത്തിനെതിരെയുള്ള അനീതികളും ലിമിറ്റുകളും എന്ന രീതിയിൽ ബീവിയുടെ ഡെഫിനിഷൻ ഒന്ന് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പുസ്തക രൂപേണയോ പബ്ലിഷ് ചെയ്യുന്നത് നന്നായിരിക്കും. പോക്കറ്റ്സ് ആയിട്ടുള്ള കുറേ കുട്ടികൾ കാണിക്കുന്ന പോക്കർ തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കയറൂരി വിടാൻ ഇത് പശുവോ ആടോ പട്ടിയോ ഒന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. മനുഷ്യനെ ഇവരുടെ വീട്ടിൽ ഇവരുടെ മകളെ അല്ലെങ്കിൽ മകനെ കയറിൽ കെട്ടിയിട്ട് ആണോ പട്ടിക്കൂട്ടിലാണോ വളർത്തുന്നത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടപ്പോൾ കയറോ ചങ്ങല ഊരി വിടുകയാണോ, അതോ ഇവർ തന്നെ കയറിൽ കെട്ടി അഴിച്ചുകൊണ്ട് പോവുകയാണോ എന്നെനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ടാവും കയറൂരി വിട്ടേക്കുക എന്നുള്ള പദപ്രയോഗം ഇവർ ഉപയോഗിച്ചത്. ബീവിയുടെ വീട്ടിൽ മക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവരെ കയറിൽ കെട്ടിയോ ചങ്ങലക്കിട്ടോ ആണോ വളർത്തുന്നത് എന്ന് അധികൃതർ ഒന്ന് അന്വേഷിച്ചാൽ വളരെ നന്നായിരിക്കും. കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, ഈ മറിച്ചങ്ങോട്ട് എറിയാണ് സ്വാതന്ത്ര്യം. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നത്? ഈ തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യം. ഓക്കെ, ഇത് തള്ള വൈബിന്റെ ഒരു ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനൊരു കാരണം പറഞ്ഞുതരാം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള തോന്നിവാസി സ്ത്രീകളൊക്കെ ഇരുന്നു കൊണ്ട് ഫെമിനിസം വേണം. അതല്ല ഫെമിനിസം. ഫെമിനിസം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? തുണി പറിച്ചെറിയൽ അല്ല സ്വാതന്ത്ര്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇഷ്ടമുള്ളത് ധരിക്കുക, സ്വന്തം ഇഷ്ടം പ്രകാരം വസ്ത്രം ധരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യമാണ്. ഇതുപോലെയുള്ള കിഴങ്ങുകളുടെ വായിലിരിക്കുന്ന ആട്ടും തുപ്പും തെറിയും അപരാധങ്ങളും കേട്ട് അതിനൊന്നും വകവയ്ക്കാതെ, അതിനെയൊന്നും പേടിക്കാതെ, ഇതുപോലെയുള്ള കാട്ടപരാധങ്ങളെ പേടിക്കാതെ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്നതാണ് സ്വാതന്ത്ര്യം. ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം, ഞങ്ങൾ ഈ ഒരു 70s 80s ആളുകൾക്കുള്ള ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 കൈൻഡ് ഓഫ് ജനറേഷനുമായിട്ട് മിക്സപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ സിനിമ, അതായത് നമ്മൾ മ്യൂസിക് കേൾക്കുന്നത് തൊട്ട് കാസറ്റ്, CD, ഇപ്പോൾ ഇതേപോലുള്ള ഈ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തീരത്തില്ല. അമ്മാതിരി സാധാരണ എക്സ്പീരിയൻസ് ചെയ്ത അത്രയും ലൈഫിൽ ദ വെരി ഗുഡും ബാഡും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സബ്ജക്ട് എടുക്കുന്നത്. 3 ജനറേഷന്റെ കൂടെ തൂർമെഴുകി നടന്നു എന്ന് വിചാരിച്ച് അത് വിവരത്തിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷത്തിനെ ന്യായീകരിക്കാൻ നിങ്ങളുടെ പ്രായമോ 3 ജനറേഷന്റെ കൂടെ കുത്തിമറിഞ്ഞ് നടന്നു എന്നുള്ളതും ഒന്നും അതിനെ ന്യായീകരിക്കാൻ ഒരു കാരണമല്ല. ഇത്രയും പ്രായമുണ്ടെന്ന് കരുതി വായി തോന്നിയത് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനെ കൊണ്ട് നടക്കരുത്. സുജിത്തിന്റെ മകൾക്ക് അല്ലെങ്കിൽ മഞ്ജു പിള്ളയുടെ മകൾക്ക് ഇങ്ങനെ തുണി പറിച്ചെറിഞ്ഞ് പൊതുസമൂഹത്തിന് ഞാനൊരു ഭയങ്കര മോഡലാണ് എന്ന് കാണിക്കാൻ മാത്രമുള്ള എന്തുതരം ഇതാണ് അമ്മയച്ഛന് ഫീഡ് ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്.
ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. പക്കമലമായി നിന്ന എൻ്റെ അമ്മയാണ്. ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന എക്സ്പീരിയൻസ് പറയുന്നത്. അതിന് പിറകിൽ ഞങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ, ഞാനായാലും എൻ്റെ അമ്മയായിരുന്നാലും ഒക്കെ അനുഭവിച്ച സ്ട്രഗിൾ. എന്തിന് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ചിന്താധാര ബാക്ക്വേർഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ. ബിഫോം പഠിപ്പിച്ച പെണ്ണ് വീട്ടിൽ ചോറും കറിയും വെക്കുന്ന സിനാരിയോ കാണുന്നുണ്ട്. അവൾ പറയുന്ന കുടുംബമാണ് വലുത്, കുടുംബത്തിന്റെ ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി കുടുംബമാണ് വലുതെന്ന് പറയുന്ന ഇടത്താണ് ഫെമിനിസത്തിന്റെ ഡെപ്ത് പറഞ്ഞു കൊടുക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ മറ്റൊരാളുടെ അണ്ടറിൽ അയാളുടെ എച്ചിൽ നിന്ന് അയാൾ കാണിക്കുന്ന പോക്കൃത്തരം അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഓരോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ റെവല്യൂഷൻ നടത്തേണ്ടി വരുന്നത്. സ്വന്തം ലൈഫ് പണയം വെച്ചിട്ടും അതിനകത്തുണ്ടാകുന്ന മോശങ്ങൾ, കഷ്ടതകൾ, തേണ്ടിത്തരങ്ങൾ കേട്ടിട്ട് നമ്മൾ അതിന് വേണ്ടി നിലകൊള്ളുന്നത്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ തീട്ടങ്ങളൊക്കെ ഒഴിക്കുകയാണ്. ഈ പെൺകുട്ടി കാണിക്കുന്ന പോക്കൃത്തരം കണ്ടാലോ എന്തൊക്കെയാണ് എൻ്റെ ഡ്രസ് കോഡ്? ഞാൻ ആദ്യം ഈ കുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ നൈറ്റ് ഇട്ട് ഇറങ്ങി വരുന്നപ്പോൾ ചിരിച്ചിരുന്നു, ലൈക്ക് ഇട്ടിരുന്നു. കാരണം അതൊരു നല്ല ടൈമാണ്. ഇന്ന ഡ്രസ്സ് ധരിച്ച് നമ്മൾ ഇന്നടുത്ത് പോകാൻ പാടുള്ളൂ എന്നൊരു ഫോം ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം ഉടനെ ചട്ടിയും പാടിയിട്ടുണ്ട് വരികയെന്നല്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എന്നെ എന്തിനാണ് ഇങ്ങനെ വക്രീകരിക്കുന്നത്? ഒരുപക്ഷെ എൻ്റെ ഒരു മാനസിക പ്രയാസം കൊണ്ടായിരിക്കും കൃത്യമായ വാക്കുകൾ വരാത്ത. ഞാൻ കൃത്യമായി പറയാം. ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ഇവരുടെ സമൂഹത്തിൽ നിന്ന് ആളുകളുടെ ജഡ്ജിങ്ങും കാര്യങ്ങളും അവരുടെ കുറ്റപ്പെടുത്തലുകളും എല്ലാം കേട്ടുകൊണ്ട് തന്നെ അവരുടെ ഇടയ്ക്ക് നിന്നാണ് ഇവരുടെ അമ്മയാണ് ആദ്യമായിട്ട് ജോലിക്ക് പോയത്, ഇവരാണ് ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടിയത്, വണ്ടി ഓടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്ന, നിങ്ങളെതിരെ സംസാരിച്ചിരുന്ന ആളുകൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? ഫെമിനിസത്തിനെ പറ്റി വലിയ വാദവരാതെ വിളിച്ചു പോകുന്ന ഇവരുടെ ആ കാലഘട്ടത്തിൽ ഇവർക്ക് നേരെ വന്ന അതേ കുറ്റപ്പെടുത്തലുകളും വിഷംതുപ്പലുകളും തന്നെയല്ലേ ഇവർ തുടർന്ന് ഈ പുതിയ സമൂഹത്തിന്റെ ഇടയ്ക്ക് കുത്തിവെക്കുന്നതെന്ന് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫെമിനിസത്തിനെ പറ്റി ഒരേ സമയം ഫെമിനിസത്തിനെ പറ്റി വാദവരാതെ വിളിച്ചു പോകുന്നുണ്ട്, അതേസമയം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടതിനെ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചെയ്തതിനെതിരെ ഇവർ വളരെ മോശമായിട്ട്, വളരെ വൾഗറായിട്ട് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പറ്റി ഇത്ര വൾഗറായിട്ട് എങ്ങനെ സംസാരിക്കും? ഫെമിനിസം പൊക്കി പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീയോ മറ്റൊരു സ്ത്രീയെ പറ്റി എങ്ങനെ ഇത്ര വൾഗറായിട്ട് സംസാരിക്കാൻ പറ്റുന്നു എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിൽ ഇവർ ഈ വീഡിയോയിൽ തുറന്ന് പറയുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇവിടെ മോഡലിംഗ് ചെയ്യണ്ടേ? അതോ ഫെമിനിസം വണ്ടി ഓടിക്കാൻ പഠിച്ചതും ജോലിക്ക് പോകുന്നതും കൊണ്ട് ഫെമിനിസം നിൽക്കണം, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം നിൽക്കണം? ഈ സഫീന ബീവി ഡിഫൈൻ ചെയ്യുന്ന ചില ജോലികൾ കാണും, ആ ജോലികൾ കൊണ്ട് മാത്രം സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം നിൽക്കണം എന്നാണോ സഫീന ബീവി പറഞ്ഞു വരുന്നത്? മോഡലിംഗ് ആർക്ക് ഇവിടെ ചെയ്യണ്ടേ? അതോ ആണുങ്ങൾ മാത്രം മോഡലിംഗ് ചെയ്താൽ മതിയോ? പെണ്ണുങ്ങളാരും മോഡലിംഗ് ചെയ്യരുതെന്നാണ് സഫീന ബീവി പറഞ്ഞു വെക്കുന്നത്. ഈ ഡ്രസ് കോഡ് പറ്റാത്തൊരു സ്ഥലത്തോ ഒന്നുമല്ല ഇവർ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതൊരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ഒരു ഡിസൈനർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്ത ഒരു ഷൂട്ടിന്റെ പാർട്ടായിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് പങ്കുവെച്ചത്. അതിലെന്താണ് ഈ സഫീന ബീവിക്ക് ഇത്ര ചൊറിഞ്ഞു കയറുന്നതെന്ന്, സഫീന ബീവിക്ക് ഇതുപോലെയുള്ള ഡ്രസ്സ് ഇടാൻ പറ്റാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ ആണോ തീർക്കുന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ച് പോകുന്നുണ്ട്. ഉദാഹരണം, ഇപ്പൊ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു, ഏത് വർഷത്തിൽ അത് പബ്ലിഷ് ആയത്? അതിന് ഇത്രയും കയ്യടി. ജയ 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 എന്ന സിനിമ കണ്ടു, അത് ഏത് വർഷത്തിലാണ് പബ്ലിഷ് ആയത്? ഇത്രയും കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്. ഞാനൊക്കെ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. അങ്ങനെയൊക്കെ തിയേറ്ററിൽ കിടന്ന് പെർഫോം ചെയ്യുന്ന ഒരു അലകളിലേക്ക് ആ സിനിമ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു ആറ്റി അവനായിട്ട് പൊട്ടിച്ചപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഹസ്ബൻഡിന്റെ പേര് പറയാൻ പഠിക്കുന്നവരുണ്ട്. അയൽക്കൂട്ടം മീറ്റിംഗിൽ പറയുന്നത് ഞാൻ 2 പെറ്റിട്ടാണ് ഞാൻ അങ്ങേരുടെ മോൻ തന്നെ കണ്ടെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അഭിമാനമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടുക്കള വാരാന്തയ്ക്ക് ഇപ്പുറം പെണ്ണിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പെണ്ണ് ഇരുന്ന് ഒരു വിവാഹം അത് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. പെണ്ണ് മാത്രമാണുണ്ടെങ്കിൽ അവിടെ ഒരു വിവാഹ ബന്ധത്തിന് ചർച്ച വയ്ക്കത്തില്ല. ആണുങ്ങൾ വേണം, മാമാമാരെ വിളിക്കണം. എന്നത് മാറി വരുന്നു. മുലനെട്ടിൽ വെള്ളയ്ക്ക തുന്നി പിടിപ്പിച്ചിരുന്നു റൗക്ക ഇട്ടതിന്. ഒരുപാടല്ല 30കളിൽ 1930കളിൽ അന്ന് നടന്ന ചാന്നാർ ലഹള. മറയ്ക്ക സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചിന്നഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. 30ഓളം പേര്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും? ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നിനക്ക് എന്താ മനസ്സിലാക്കാത്തത്? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഈ ദയയുടെ ഈ ഒരു ഫോട്ടോഷൂട്ടിനോട് കണക്ട് ചെയ്ത് എന്തിനു പറയുന്നു? ഒരു തുറന്ന് ഒരു അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയധികം നമ്മുടെ സൊസൈറ്റി ഇമ്പ്രൂവ് ആയി വന്നതിൽ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതുകൊണ്ട് അത് ഏത് രീതിയിലാണ് നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീ സ്വാതന്ത്ര്യത്തെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയൽ ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, കൊച്ചുങ്ങളുടെ തുണി ഇടണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായി ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷേ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം, അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിനൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഈ ഭ്രാന്തെടുത്തോടുന്ന ഓരോ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ തോണ്ടൽ. ബീവന പറയുന്നുണ്ട് 13 വയസ്സുള്ള കുട്ടിയെ പിച്ചി ചീന്തിയ ആളുകൾ പിച്ചി ചീന്തി എന്ന് പറയുന്നുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകളുടെ കൈകൾ സ്ത്രീകൾക്ക് നേരെ ഉയരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ദയയിട്ട വസ്ത്രങ്ങൾ കണ്ടിട്ടാണോ ഇത്രയും നാൾ ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടുകൾ കണ്ടിട്ടാണോ ആണുങ്ങൾ ഇത്ര നാൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ അമ്മൂമ്മമാരെ വരെ കയറി പിടിക്കുന്നതും പീഡിപ്പിക്കുന്നതുമായിട്ടുള്ള കൊലപ്പെടുത്തുന്നതുമായിട്ടുള്ള എത്ര കേസുകൾ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടാണോ പിഞ്ചു കുഞ്ഞുങ്ങളെ ആളുകൾ പീഡിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടാണോ പ്രായമായ അമ്മൂമ്മമാരെ വല്യമ്മമാരെ വരെ ആളുകൾ കയറി പിടിക്കുന്നതും പീഡിപ്പിക്കുന്നതും കൊലപ്പെടുത്തുന്നതും? ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മോഡലിംഗ് ഫോട്ടോഷൂട്ടുകൾ പോസ്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ. അത്രയും കാലം എന്തേ ഈ പുരുഷന്മാരാരും സ്ത്രീകളെ പീഡിപ്പിക്കുന്നില്ലായിരുന്നോ? ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടുകൾ വന്നതിന് ശേഷമാണോ പീഡനങ്ങളുടെ എണ്ണം കൂടിയത്? പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ
സഫീന ബീവി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്നത് കാരണമാണ് പീഡനങ്ങൾ ബസ്സുകളിൽ സ്ത്രീകൾക്ക് നേരെ ഉയരുന്നത് എന്നാണോ? അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നിന്നെയൊക്കെ പോലുള്ള വേഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ നിന്നുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, അവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങൾ കണ്ടവന്മാർ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്തൊക്കെ പോകുന്ന വരുന്ന എല്ലാവരോട് പറ, എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഈ തള്ള ഒരു സ്ത്രീയല്ലേ? ഇവരുടെ വായിന്ന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കേട്ടിട്ട് സത്യം പറയാലോ തൂറി എറിയാനാണ് തോന്നുന്നത് ഇവർ പറയുന്നത്. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് കാമപ്രാന്ത് അടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ വിഷം തുപ്പി തള്ള പറയുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടാൽ അവർ പുരുഷന്മാരെ ക്ഷണിക്കുകയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടവർക്ക് മാത്രമാണോ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നത്? ഈ വീഡിയോ ചെയ്യുന്ന ഇവർ ചുണ്ട് നിറച്ച് നല്ല ചുമന്നുള്ള ലിപ്സ്റ്റിക് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാണ് പെണ്ണുമ്പിള്ള നിങ്ങൾ ആ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്? മുടി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്തോ ഒരു നെക്കൊക്കെ ഇങ്ങ് വരെ ഇറങ്ങിയ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ണെഴുതിയിട്ടുണ്ടല്ലോ, പുരികം ത്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ, ചുണ്ട് നിറച്ച് കത്തി നിൽക്കുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, വലിയ കമ്മലുകൾ ഇട്ടിട്ടുണ്ട്, മുടി വെട്ടി മുടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത്? നിങ്ങൾക്കൊരു പർദ്ദ ഇട്ടുകൊണ്ട് വീഡിയോ കൂടായിരുന്നോ? ആളുകൾ നിങ്ങളുടെ ഈ കഴുത്തും നെഞ്ചും ചുണ്ടുകളും കാണാതെ നിങ്ങൾക്കൊരു പർദ്ദ ഇട്ടുകൊണ്ട് വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും കഴുത്തിറങ്ങിയ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്തു? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ തലമുടി മറച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് തട്ടം യൂസ് ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് തലമുടി മറച്ചില്ല? അന്യപുരുഷന്മാർ കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ലിപ്സ്റ്റിക്കും മേക്കപ്പും തട്ടം പോലും ഇടാതെ മുടി മറയ്ക്കാതെ നിങ്ങൾ ഇത്ര ലക്ഷക്കണക്കിന് അന്യപുരുഷന്മാർ കാണുന്ന തരത്തിലൊരു വീഡിയോ എന്തുകൊണ്ട് ചെയ്തു? അവർക്കാർക്ക് നിങ്ങളോട് കാമം തോന്നില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ വയസ്സായ അമ്മൂമ്മമാരെ വരെ പീഡിപ്പിക്കുന്ന ആളുകളുള്ള ഈ സമൂഹത്തിൽ നിങ്ങളുടെ ഇത്രയും ശരീരഭാഗങ്ങൾ കണ്ടിട്ട് ആളുകൾക്ക് നിങ്ങളോട് കാമം തോന്നില്ല, നിങ്ങളെ കയറി പിടിക്കാൻ വരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കൊരു തട്ടം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പർദ്ദ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്തുകൂടായിരുന്നു? എന്തിനാണ് നിങ്ങൾ ചുണ്ടിൽ ഇത്രയും തിളക്കമുള്ള ഒരു ലിപ്സ്റ്റിക് ഇട്ട് വെച്ചിരിക്കുന്നത്? ആളുകൾ നിങ്ങളുടെ ചുണ്ട് കണ്ട് ആകൃഷ്ടരാകാനാണോ നിങ്ങൾ ഇത്രയും കട്ടിക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്? ചോജവാന്ന് ലിപ്സ്റ്റിക് തേച്ച് ചുണ്ട് ചുവപ്പിച്ച് ആളുകൾക്ക് നിങ്ങളുടെ ചുണ്ട് കണ്ട് ആകൃഷ്ടരായി ഉമ്മ വെക്കാൻ വരാൻ വേണ്ടി നിങ്ങൾ ക്ഷണിക്കുകയാണോ ചെയ്യുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ കണ്ണെഴുതിയിട്ടുണ്ട്? നിങ്ങൾ എന്തിനാണ് പിരിയം ത്രെഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മുടി വെട്ടി ഇത്ര സ്റ്റൈലിൽ നടക്കുന്നത്? നിങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നുണ്ടോ? ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങളെ കയറി പിടിക്കാനോ നിങ്ങളെ തടവാനോ? നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബസ്സിൽ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് തടവാൻ വേണ്ടിയിട്ട് ഞെവിടാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ ഇങ്ങനെ ചുണ്ടിൽ ലിപ്സ്റ്റിക് എല്ലാം കൂടെ തേച്ച് വെച്ചിരിക്കുന്നത്? ആളുകളെ ആകർഷിക്കാനാണോ? അന്യപുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് വന്ന് വീഡിയോ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചെയ്തതിന്, അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്തതിന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവൾ ക്ഷണിക്കുകയാണ്, കാമപ്രാന്ത് അടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവളിങ്ങനെ ഡ്രസ്സ് ഇട്ട് വീഡിയോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആളുകളെ ക്ഷണിക്കുകയാണെന്ന്. നിങ്ങൾ എന്തിനാണ് ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നതാണ് എൻ്റെ ചോദ്യം. ഇത്രയും മേക്കപ്പ് ഇട്ട് എന്തിന് നിങ്ങൾ വീഡിയോ ചെയ്യുന്നു? നിങ്ങൾ ആണുങ്ങളെ വന്ന് നിങ്ങളെ ഞെവിടാനും തലോടാനും തടവാനും ഉമ്മ വെക്കാനും വേണ്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ ഇത്രയ്ക്ക് മേക്കപ്പ് ഇട്ട് വന്ന് വീഡിയോ ചെയ്യുന്നത്? അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. സീരിയസ് ആർക്കിൽ നിന്ന് മെനിയാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അവളെ അമ്മയും അതും അതാണ്, അവർക്ക് അതാണ് താല്പര്യം, ഞങ്ങൾക്കാർക്കോ താല്പര്യമില്ല. ഞങ്ങളുടെയൊക്കെ ദേഹത്ത് മറ്റൊരു പുരുഷൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് പോലും സഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് കമന്റുകൾക്ക് മിക്ക വ്ളോഗേഴ്സും എടുത്തു വെച്ച് ബുദ്ധിമുട്ട് പറയുന്നത്? കമന്റ് കാണുമ്പോൾ എന്തുകൊണ്ട് ബ്ലോഗേഴ്സ് ബുദ്ധിമുട്ട് പറയും? കളിക്കാന്ന് വിളിക്കാം, അവൻ കളിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ, അതൊരു വലിയ കാര്യമാണോ? എന്തുകൊണ്ട് അത് ഫീൽ ചെയ്യുന്നു? ആ ഫീലിംഗ്, ആ ഗട്ട് ഫീലിംഗ്, അത് എന്തുകൊണ്ട് വരുന്ന ഞാൻ എന്ന വ്യക്തി, ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ അമ്മയാണ്, ഞാൻ സഹോദരിയാണ്, ഞാനൊരു മകളാണ്, ഇതിനേക്കാളും ഞാൻ സ്ത്രീയാണ്. ഇതൊരു ശരീരമാണ്, ഇത് എന്റേതായ യൂട്ടിലിറ്റിക്ക് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ ശരീരഭാഗങ്ങളാണ്. വല്ലവനെ നോക്കി വെള്ളമാക്കാനും കുത്തിക്കറ്റാനുമുള്ളതല്ല. ഒരു പുരുഷനുമായിട്ട് നമ്മുടെ ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ്, നാം ആഗ്രഹിച്ച് രണ്ടുപേരും പരിപൂർണ്ണരായി ചെയ്യുന്നതാണ്. അല്ലാതെ പ്രജനനത്തിന് വേണ്ടി മാത്രം ശരീരം പങ്കുവെക്കുന്ന മൃഗതുല്യമായ ചിന്താധാരയുള്ളവരല്ല മനുഷ്യർ. മാനസികമായ അടുപ്പം, ഇഴയെടുപ്പം ഇല്ല എങ്കിൽ ആ ബന്ധം നിലനിൽക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. ഒരുത്തരുടെ സുഖത്തിന് വേണ്ടി മറ്റൊരാൾ കിടന്നു കൊടുക്കുന്ന ഒരു ടേം ഉണ്ട് ഇവിടെ. അതല്ല എന്നും ആ സുഖം എന്റെയും കൂടെ അവകാശമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഫെമിനിസം ജയിക്കുന്നത്. അവിടെയാണ് ഫെമിനിസം ജയിക്കുന്നത്. പെൺ ഡോക്ടറിന് ഒരു മതിപ്പും ആൺ ഡോക്ടറിന് ഒരു മതിപ്പും അവർക്ക് കൊടുക്കുന്ന സാലറിയിലെ ഡിഫറൻസും ആ വ്യത്യാസം ഇവിടെ നിർത്തലാക്കാൻ പെണ്ണിന് വേണം ഒരു പടി കൂടുതൽ കൊടുക്കാനെന്ന് പറഞ്ഞാൽ പെണ്ണിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവൾ അവിടേക്ക് വരുന്നതെങ്കിൽ അവൾക്ക് കൂടുതൽ വേതനം കൊടുക്കണമെന്ന് അവകാശപ്പെടുന്ന ഫെമിനിസമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഫെമിനിസത്തിനെ പറ്റി ഘോരം പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത് ഇവർ മറ്റ് മോഡൽസിനെ കണ്ടിട്ടില്ല, മോഡലുകളെ കണ്ടിട്ടില്ല. ഇവർ ഈ ഹോളിവുഡിലേക്കൊന്നും എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ ഇവരുടെ ഈ പുലമ്പലുകൾ കേട്ടിട്ട്. മോഡലിംഗ് ഇൻഡസ്ട്രിയെ പറ്റിയും ഹോളിവുഡ് ഇൻഡസ്ട്രിയെ പറ്റിയൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു മോഡലിംഗ് ഷൂട്ട് ചെയ്തപ്പോഴേക്കും ഇങ്ങനെ ഇത്രയൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ കർഡേഷ്യൻ ഫാമിലീസിനെ പറ്റിയും സിഡ്നി സ്വീനിയെ പറ്റിയൊക്കെ, അങ്ങനെ അവരൊക്കെ ചെയ്യുന്ന സിനിമകളെ പറ്റിയും മോഡലിംഗ് ഷൂട്ടുകളെ പറ്റിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തലതല്ലിച്ചാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇവർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മറ്റു പുരുഷന്മാരിൽ നിന്നുള്ള
പുരുഷന്മാരെ ക്ഷണിക്കുകയാണ്, അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുകയാണ്, അവരെ തളവാൻ വേണ്ടിയിട്ട് ഞെവിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പദങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ വാക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നവർ സ്വന്തം ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടുന്നതോ മേക്കപ്പ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അന്യപുരുഷന്മാരെ വിളിച്ചു വരുത്തിയാണെന്നാണല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇവർ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മേക്കപ്പ് ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് ഇവർക്ക് മറ്റുള്ളവർ അറ്റൻഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ, പുരുഷന്മാർ കാണണ്ട എന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് പറതിയിട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇവർ ഇത്രയും മേക്കപ്പ് ഇട്ട് പുരികം ത്രെഡ് ചെയ്ത് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഇത്രയും വലുപ്പമുള്ള ഞാൻ കിടക്കുന്ന കമ്മൽ വെട്ട് മുടിയും വെട്ടി ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് എന്തിനാണ്? ഇവർക്ക് എന്ത് കഴിക്കുന്ന? ഇവർക്ക് അത്ര കഴുപ്പ് മൂത്ത ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും പെയിന്റ് അടിച്ച പോലെ ലിപ്സ്റ്റിക് വിട്ട് ചോപ്പിച്ചുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യുന്നത്? ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതോ ഇവർക്ക് എന്ത് ഭയമാണ് ഈ മോഡലിംഗ് ഷൂട്ടൊക്കെ ചെയ്ത് ഇത്രയും എക്സ്പോസിംഗ് ആയിട്ടുള്ള ഇത്രയും മോഡലിംഗ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ആണുങ്ങളെല്ലാം തട്ടിയെടുക്കുമെന്നാണ് ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർ അതായിരിക്കും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അധികം ഞാൻ ഇത്ര എക്സ്പോസിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇനി ഉള്ള ആണുങ്ങളെല്ലാം ഇവർ തട്ടിക്കൊണ്ട് പോകുമല്ലോ, എനിക്കാരും കളിക്കാൻ കിട്ടില്ല എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്ക്. അങ്ങനെ മോഡലിംഗ് ഷൂട്ട് ചെയ്യുന്നവർ, പോസ്റ്റ് ചെയ്യുന്നവർ ആണുങ്ങളെ വലിച്ച്, അതായത് തന്നെ തലോടാനും ഞെവിടാനും മസാജ് ചെയ്യാനും വേണ്ടിയിട്ട് ആണുങ്ങളെല്ലാം കൊണ്ടുപോകും. അപ്പോൾ എനിക്കാരും കിട്ടില്ലെന്നുള്ള ചിന്താഗതിയാണോ സബീന ബീബിക്കുള്ളത്? ഇവർക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് ആരും കിട്ടുന്നുണ്ടാവില്ല. അല്ല, ഇവർ ചിന്തിച്ച് വെച്ചേക്കുന്നത് അതായിരിക്കും. എക്സ്പോസിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇടുന്നവർ അവരെല്ലാവരും ആണുങ്ങളെല്ലാം കൊണ്ടുപോകും. അവരെ തലോടാൻ മാത്രം ആൾ കാണും, എന്നെ തലോടാനൊന്നും ആൾ കാണില്ല. എനിക്കതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടവർ ആണുങ്ങളെ എല്ലാവരും ക്ഷണിക്കുകയാണ് എന്ന് പറയുന്ന ഇവർ എന്തിനിങ്ങനെ ഇത്രയും ചോപ്പിച്ച് ലിപ്സ്റ്റിക് ഇട്ട് ആണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്? ആണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും പുരികം ത്രെഡ് ചെയ്ത് മേക്കപ്പ് ഇട്ടും കണ്ണെഴുതിയും ലിപ്സ്റ്റിക് ഇട്ടും നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്? ആളുകൾ ഇത് കണ്ട് ആകർഷിച്ച് നിങ്ങൾക്ക് ഉമ്മ തരാനും നിങ്ങളെ കയറി പിടിക്കാനും നിങ്ങളെ തലോടാനും, നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഞെവിടാൻ വേണ്ടിയിട്ട് തലോടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചുണ്ട് ചോപ്പിച്ചുള്ള വീഡിയോ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടാണോ? അത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു തള്ള ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. മഞ്ജുപിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? ഇവിടെ വേറൊരുത്തൻ ഇരുന്നുകൊണ്ട് സംസാരിച്ച കൃഷ്ണകുമാർ 4 പെമ്മക്കൾ അസറ്റാണ്. അയാൾ പറഞ്ഞ അസറ്റിനെസ് ഇങ്ങനെ ഒരു ടൈം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാണ് അയാളുടെ ചിന്ത എങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ അപ്പോഴൊരു നല്ലൊരു അപ്പനെയാണ് കണ്ടത്. പെമ്മക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ടൈമാക്കി കൊടുക്കുക. അത് പറഞ്ഞു കൊടുത്തപ്പോൾ അരയും കുറയിട്ട് തുള്ളി കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണമെന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എൻ്റെ ഉണ്ട് ഇതൊക്കെ, തുളയും വരയും വടയും ഉണ്ട്, വരൂ ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജുപിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാം, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാം. മനസ്സിലായോ? ഇതൊന്നും പോരാനിട്ട് കമന്റ്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഈ കമന്റ്സിന് അതെടുത്ത് വെച്ചിട്ട് അവൾ പറയുന്നതാണ്, ഈ സുജിത് വാസുദേവനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. അവളെ കമന്റ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഇതെല്ലാം അവൾ പിന്നെ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കോലം കണ്ടില്ലേ? എന്തിനാടി അതും കൂടെ മറച്ചു വെക്കുന്നത്? അതും കൂടെ തുറന്ന് കാണില്ല. ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഒന്ന് കമന്റ്. ആരും ഇത് പൈസ ഇടുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോന്നും അതിന്റെ ഒരു കോപ്പി പോലെ ഫേസ്ബുക്കിലേക്ക് ഇതാവും. ഫേസ്ബുക്കിൽ നിന്ന് മണി കിട്ടുന്നുണ്ടോ? ആൻഡ് പിന്നെ മണി കിട്ടാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനായി തുറന്ന് കാണിക്കുന്നത്? അത് കമന്റ് എന്താണെന്ന് അറിയാം. പൈസയ്ക്ക് വേണ്ടി എന്തും കാണിക്കാമെന്ന് മനസ്സിലായി. കമന്റുകൾക്ക് അവൾ കൊടുക്കുന്ന മറുപടിയാണ്, പ്ലീസ് ഷോ സം ലവ് മൈ ലവ്ലീസ്. അതിന്റെ കമന്റിന് ആധാരമായ ആ ഒരു ക്യാപ്ഷൻ നമ്മൾ ഇട്ടിട്ട് അത് ഷെയർ ചെയ്യാനും കമന്റിന് ആധാരമായ കാര്യം കേൾക്കണ്ടേ? ദൈവം ശരീരം തന്നത് നാട്ടുകാർക്ക് കണ്ട് ആസ്വദിക്കാനാണോ? ഇതുപോലെ മാരണം കാണിച്ചും അതിന്റെ വലിപ്പം കാണിച്ചും എന്ത് സുഖമാണ് ഇത് കാണിക്കുമ്പോൾ കിട്ടുന്നത്? പണ്ട് കാലത്ത് മറയ്ക്കാൻ വേണ്ടി പോരാടിയ പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ലജ്ജിക്കും. കറക്റ്റ്, ഫാഷൻ ഒക്കെ ആകാം. ഇതൊക്കെ കാണുമ്പോൾ പെണ്ണായ ഞാൻ പോലും ആദ്യം നോക്കുന്നത് അവിടേക്കാണ്. അപ്പോൾ ആണുങ്ങളുടെ കാര്യം പറയുന്നുണ്ട് ആശ, അത് കറക്റ്റാണ്. അവിടെ എന്തെങ്കിലും തടിപ്പം മഴപ്പുണ്ടെന്നായിരിക്കും സ്ത്രീ ഭാഗത്ത് നിന്ന് നോക്കുന്നത്. ഇത് തന്നെയാണ് ആണുങ്ങൾ നോക്കുന്നുണ്ടാവുക. ഞാൻ അടുത്തത്, ഇത് മോളുടെ അച്ഛൻ കണ്ടാൽ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയിരിക്കും. എക്സാക്ട്ലി, അച്ഛനും ഇത് കാണണം. മോളെ അച്ഛന്റെ മുമ്പിൽ പോയി തുണിയിലാണ്ട് നിന്ന് കാണിച്ചു കൊടുറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനുണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങൾ വലിപ്പിക്കാൻ നീ അച്ഛനെ കാണിച്ചു കൊടുറി. ആളുകൾ നോക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കുറച്ച് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടാലോ അങ്ങനത്തെ ഫോട്ടോസ് ഇട്ടാലോ ആളുകൾ എന്തായാലും നോക്കും. പക്ഷേ അത് ഒരാളെ സ്ലക്ഷയും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ നമ്മളെ സെക്സിന് വേണ്ടി ക്ഷണിക്കുകയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടതുകൊണ്ട് അവളെ കയറി പിടിക്കാമെന്നോ, അവളുടെ അനുവാദമില്ലാതെ അവളെ കയറി പിടിക്കാമെന്നോ, അവളെ ലൈംഗിക അതിക്രമം ചെയ്യാമെന്നോ ഉള്ളതിനുള്ള ലൈസൻസ് അല്ലത്. അങ്ങനെയുള്ള ചിന്താഗതിയാണ് മാറേണ്ടത്. ഇത് ആളുകൾ നോക്കും, ആളുകൾ എന്തായാലും നോക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു തള്ളേ, അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവർക്ക് അത് അവർ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മെസ്സേജ് അല്ല നിങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും എക്സ്പോസിംഗ് ആയിട്ടുള്ള ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് ഷേപ്പിനൊത്തൊരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവൾ നമ്മളെ ക്ഷണിക്കുകയാണെന്ന് ചിന്തിക്കുന്ന മനോരോഗികളുള്ള ഈ നാട്ടിൽ അവരെ വാലിഡേറ്റ് ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അവർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് അല്ലേ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നത്? ഇങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവൾ അങ്ങ് ക്ഷണിക്കുകയാണ്, അവൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന മനോരോഗികൾക്ക് നിങ്ങൾ അവരെ അപ്രൂവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ? എന്നിട്ട് ഫെമിനിസത്തിനെ പറ്റി കുറേ കോണയടി. എൻ്റെ അച്ഛൻ നിങ്ങളുടെ റീൽ കണ്ട് ഡിപ്രഷനിലായി. ഓ കഷ്ടം തന്നെ. അവളെ കമന്റ്സിനെ കളിയാക്കിക്കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ. ഇതെന്താണെന്നറിയാമോ? മോഡേണിസം തലയിൽ കയറിയിട്ട് സംഭവിച്ച ഒരുതരം വൃത്തികെട്ട സോക്കേടാണ്. ഈ സോക്കേടിന് നല്ല തെരച്ചി പാല് കിട്ടും, അത് വെച്ചാണ് പൊട്ടിക്കേണ്ടത്. മുൻപ് കാലഘട്ടങ്ങളിൽ നമ്മുടെ പേരൻസ് ഒക്കെ തന്നെ നമ്മൾ ചുരിദാർ ഇടുന്നില്ലേ? ഞാൻ ചുരിദാർ ഇടുന്ന സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിൽ ആദ്യം ചുരിദാർ ഇട്ടത് ഞാനാണ് ഓർത്തോളൂ. ഇത് ഇടുമ്പോൾ തന്നെ എന്തെല്ലാം പറയും, കാൽസറേറ്റ് ഇറങ്ങിയിരിക്കുന്നത്. കാൽസറേറ്റ് ഉണ്ട്. ഈ രീതിയിലുള്ള ടോണുകൾ, സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യമാണ്. എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് അരോചകമാകാതിരിക്കുന്നവർ അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അരോചകമായി വസ്ത്രധാരണം ചെയ്താൽ പബ്ലിക് ന്യൂസൻസ് ആണ്. നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് ഇറങ്ങാൻ, ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയവളുമാരെ വേണം അടിക്കാനായിട്ട്. കളി വരുന്നേ, ഇത് നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത്? നീയൊക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്താണ്? ഇങ്ങനെ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ.
ഇതിനാണ് പാഷൻ എന്ന് പറയുന്നത്. ബീവി ആ ചുരിദാർ ഇട്ടുകൊണ്ട് ഇറങ്ങിയ സമയത്ത് ആളുകൾ ഇങ്ങനെ പറയാണെങ്കിൽ ബീവി അങ്ങനെ പ്രതികരിച്ചേനെ. അക്കാലത്ത് ചുരിദാർ ഇടുന്നത് വലിയ പാവമായിട്ട് കണ്ടിരുന്ന ആളുകൾ പറയുകയാണ്, ഇവള് ചുരിദാർ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്, അവള് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെ അവള് വിളിക്കുകയാണ്, കളിക്കാൻ വിളിക്കുകയാണ്, അവള് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കളി തരും എന്നൊക്കെ ആളുകൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബീവി അങ്ങനെ പ്രതികരിക്കും. നിങ്ങൾ ചുരിദാർ ഇട്ടപ്പോൾ കണ്ടിരുന്ന അതേ മെന്റാലിറ്റിയിലല്ലേ നിങ്ങളിപ്പോൾ ഇവരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഫെമിനിസത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇത്രയധികം സ്ലക്ഷയം ചെയ്യുന്ന നിങ്ങളും പണ്ട് നിങ്ങൾ ചുരിദാർ ഇട്ടപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞിരുന്ന ആളുകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഫെമിനിസത്തിന് ഇത്രയധികം താങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ വായി തന്നെയാണല്ലോ ഇത്രയധികം സ്ലക്ഷേമിങ് വരുന്നതെന്ന് ഓർക്കുന്നുണ്ട്. എനിക്ക് കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പണ്ട് പാവാടയിട്ട് തന്നെ ജോലിക്ക് പോയതിനോ വണ്ടി സൈക്കിൾ ചവിട്ടുന്നതിന് വരെ കുറ്റം കണ്ടുപിടിച്ച ആളുകൾ, അപമാനിച്ച ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ ചെയ്ത അതേ പ്രവൃത്തി തന്നെയല്ലേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? ഇവർക്ക് ശരിക്കും ഇവർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആളുകളെ ആരും കിട്ടുന്നില്ല, പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന പോലെ ആളുകളെ കിട്ടുന്നില്ലേ? നിങ്ങൾ ചെയ്ത അതേ നാണയത്തിൽ തന്നെ ഞാൻ തിരിച്ച് മറുപടി പറയാം, സ്ലട്ട് ഷെയ്മിങ് തന്നെ ചെയ്തുകൊണ്ട് പറയാം. നിങ്ങൾക്ക് ആരെയും എന്ത് കളിക്കാൻ കിട്ടുന്നില്ലേ? മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാർ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് അവർക്ക് മാത്രമേ കളി കിട്ടൂ, നിങ്ങൾക്ക് കളി കിട്ടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണോ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? നിങ്ങൾക്ക് നല്ല സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടോ? ഇത്ര ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടും ആൾക്കാരും അട്രാക്റ്റഡ് ആവുന്നില്ല, ആരും വരുന്നില്ല, കളി തരുമോ കരള എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നില്ലേ? അതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ നിങ്ങൾ ഈ പങ്കുവയ്ക്കുന്നത്? കന്നിമാസത്തിൽ കളി കിട്ടാതെ കാഴ്ച നടക്കുന്ന കൊടിച്ച് കൂത്തി പട്ടികൾക്ക് പോലും ഇത്ര ഫ്രസ്ട്രേഷൻ ഞാൻ കണ്ടിട്ടില്ല. മറ്റു പട്ടികളെ കടിച്ചു കയറാൻ പോകുന്നത് കണ്ടിട്ടില്ല. ഇവർക്ക് എന്തോ കൂടിയ കഴപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ തലമുറയിലെ ആളുകൾ ഇങ്ങനെ കുറച്ച് എക്സ്പോസിംഗ് ആയിട്ടൊക്കെ ഫോട്ടോസൊക്കെ ഇടുന്ന ആളുകൾ പുരുഷന്മാരെ എല്ലാം തട്ടിയെടുക്കുമെന്നായിരിക്കും ഇവരുടെ വിചാരം. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ അവരെല്ലാവരെയും ക്ഷണിക്കുകയാണ്, വിളിച്ചുകൊണ്ട് പോവുകയാണ്, അവരെ തടവാൻ വേണ്ടിയിട്ട് അവരങ്ങ് കൊതിച്ച് കാഴ്ച നിൽക്കുകയാണെന്നാണ് ഇവരുടെ വിചാരം. ഇവർക്ക് അങ്ങനെയൊന്നും ഇടാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഇടാത്തത് കാരണം ഇനി ഇവർക്ക് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ ചോപ്പിച്ചിട്ടത് കൊണ്ട് മാത്രം പുരുഷന്മാരെ കിട്ടില്ലെന്നോ കഴപ്പ് തീർക്കാൻ പറ്റില്ലെന്നുള്ള ചിന്താഗതിയാവാം ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഇനി മുതൽ സഫീന ബീവി ലിപ്സ്റ്റിക് ഇടാതെ കണ്ണെഴുതാതെ മുടി മറച്ച് ശരീരം മൊത്തം മറച്ച് പർദ്ദ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതൊക്കെ കണ്ടിട്ട് ഈ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ട് കണ്ടിട്ട് കഴപ്പ് മൂത്ത ആളുകൾ വന്നാലോ? അങ്ങനെയും ആരും വരരുത്. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇടുന്നത് കാരണം നിങ്ങളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കും കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് മറ്റുള്ള പെൺകുട്ടികളെ കയറി പിടിക്കാനും അവരുടെ ചുണ്ടത്ത് ചുംബിക്കാനും ഒക്കെ ആളുകൾ മുതിരും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നാളെ തൊട്ട് ചുണ്ട് കാണിക്കരുത്, ലിപ്സ്റ്റിക് ഇടരുത്, കണ്ണെഴുതരുത്, പർദ്ദ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്താണ് ഇത്. ജനറേഷൻ ഗ്യാപ്പ് അല്ല. അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അവരെ വീട്ടിൽ കാണിക്കണം, അവർ അച്ഛൻ്റെ അമ്മയുടെ തുണി കാണിക്കട്ടെ. പബ്ലിക്കിലൊന്നും ഇതുപോലെ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത കുട്ടികൾ ഇത് റോൾ മോഡലാക്കും. ഇത് കണ്ടിട്ട് ആ കൊള്ളാല്ല, സുജിത്തിന്റെ മോൾ അങ്ങനെ കാണിച്ചത്, മഞ്ജുപിള്ളയുടെ മോക്ക് അത് കാണിച്ചാൽ പിന്നെ എനിക്കെന്ത്, അമ്മച്ചി എനിക്കൊരു ജട്ടി മാടി വാങ്ങിത്താ, ഞാൻ അതിട്ടോണ്ട് നടക്കാൻ പോകണം. വീട്ടിൽ അടിയായി ലഹള. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ലേ? ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെയുണ്ട് കമന്റ്സിൽ വരും, അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നിങ്ങൾ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നവന്മാരെ നടു റോട്ടിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ നിർത്തണം. അതിനകത്ത് വരുന്ന ക്രൈം അങ്ങ് അനുഭവിക്കാൻ നിൽക്കണം. ആണുങ്ങൾ മാത്രം കുറ്റം പറയും, അവന്മാർ കുഴപ്പം. ഇതല്ലേ കോലം കെട്ടല്? നീലക്കുലിനെ ആരൊക്കെ പറയുന്നതായിട്ട് ആ നീയൊക്കെ തുറന്നുകൊണ്ട് വന്നാൽ അവ അങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യും. തുറക്കാതെ ഒന്നുകൂടെ എന്താ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ കിട്ടത്തില്ലേ? സ്ലീവ്ലെസ് ഇടുന്നത് ചൂട് കാലഘട്ടങ്ങളിൽ കോട്ടൺ ഡ്രസ് ഉപയോഗിക്കും. എന്തിനാണ്? ചൂടാണ്. ശരീര സുഖമില്ലാത്ത ഒരു വണ്ണമുള്ളവരൊക്കെ കുറച്ച് സ്ലീവ്ലെസ് ഒക്കെ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു വൾഗാരിറ്റി ഫോം ചെയ്യാതിരിക്കും. ബിക്കിനി ഇട്ടുകൊണ്ട് നീക്ക് കല്യാണത്തിന് പോകും. നിന്റെ അച്ഛൻ്റെ ഒക്കെ 16 അടിയന്തരത്തെ നീ ബിക്കിനി ഇട്ടുകൊണ്ട് നിൽക്കോ? അച്ഛനും അമ്മയും തെറ്റിപ്പിരിഞ്ഞാൽ മകൾക്ക് ബ്രീഡായി മകളങ്ങ് ഇറങ്ങായി ഈ കോലം കെട്ടിക്കൊണ്ടാണ് പബ്ലിക് ന്യൂസൻസിന് കേസ് എടുപ്പിക്കുകയാണ് വേണ്ടത്. ബീച്ചിലിടുന്ന ബിക്കിനി ഇട്ടുകൊണ്ട് ആരും കല്യാണത്തിന് പോകാറില്ല. അതിനുള്ള ബോധവും വിവരവും ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ഒരു ഡിസൈനർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടിയുള്ള മോഡലിംഗ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ദയ ഫോട്ടോ എടുത്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ കുണയ്ക്കുന്ന തള്ളച്ചിയുടെ തന്തയുടെ 2ാം കെട്ടിന് മട്ടൻ ബിരിയാണി തിന്നാനല്ല ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ബിക്കിനി ഇട്ട ആളുകൾ ബീച്ചിൽ പോകും എന്നും പറഞ്ഞാൽ സാധനം ഇട്ടുകൊണ്ട് കല്യാണത്തിന് വരില്ല. ഓക്കെ, അത് സമ്മതിക്കുന്നു. ഇത് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അതിനെപ്പറ്റി അനുവദിക്കുന്ന അവരനുവദനീയമായിട്ടുള്ള അവരുടെ പോളിസി ഗൈഡ്ലൈൻസിന് യാതൊരു വിധത്തിലുള്ള വയലേഷനും ഇല്ലാത്ത തരത്തിൽ തന്നെയാണ് ഇവരിങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവും? നിങ്ങൾക്ക് അതിലൊരു പരാതി ഉണ്ടെങ്കിൽ മറ്റേക്ക് ഒരു ഇമെയിൽ അങ്ങേക്ക് പരാതി കൊടുക്കുക. അപ്പോൾ അറിയാലോ അവരുടെ പോളിസി വയലേറ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ കണ്ടന്റ് വയലേഷൻ പോളിസി വയലേഷൻ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടാണോ ഇവർ ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാമല്ലോ. മഞ്ജുപിള്ളയ്ക്ക് ഒരു അല്പമെങ്കിലും അഭിമാനബോധം മകളെ പറഞ്ഞ് മനസ്സിലാക്കുക. നീ തിരുവനന്തപുരംകാരിയല്ലേ? ഈ തിരുവനന്തപുരത്ത് എന്റെ ചരിത്രം എടുത്ത് നോക്ക്. ഇവിടെ തന്നെ എത്രയോ ലഹളകൾ നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്, എത്രയോ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തവരാണ്. ഇന്നത്തെ നമ്മൾ ഈ 70-80കളിലുള്ള പെണ്ണുങ്ങളോട് ചോദിക്കുക, അവരനുഭവിച്ച ദുരിതം എന്താണെന്ന് ചോദിക്കുക. ഒരു പാവാട ഇടാൻ പറ്റത്തില്ല മര്യാദയ്ക്ക്. എന്തെല്ലാം ക്രിറ്റിസിസം ആണെന്ന് അറിയാമോ? ഒറ്റയ്ക്ക് എവിടെയും പോകാനൊക്കത്തില്ല. അതിൽ നിന്നൊക്കെ മാറി മനുഷ്യന് സ്വാതന്ത്ര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇക്വാലിസം, സ്വാതന്ത്ര്യം. ഫെമിനിസം അവിടെയാണ്. ഫെമിനിസം എന്നാൽ ചുംബന സമരവും തുണി ഊരലുമല്ല. അരയും പുറയും ഇട്ടുകൊണ്ട് നടക്കുന്ന സ്വാതന്ത്ര്യത്തിനെയല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള, അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള, വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. നീയാണെന്ന് നിന്നെ അംഗീകരിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, സഹജീവിയാണെന്ന് അംഗീകാരം കിട്ടുന്ന സ്വാതന്ത്ര്യം, അതിനെ സ്വാതന്ത്ര്യം എന്ന് പറയും. ഇതിനെ പറയുന്നത് ആ വ്യഭിചാരം എന്നാണ്. വ്യഭിചാരം 1ഉം 2ഉം അല്ല. നിമിഷ ബിജിന്റെ ലൈവിൽ പോയിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. ചിലവിനാര് എടി കൂലിപ്പണിക്ക് പൊടി, കയ്യും കാലിനും ഒരു കുഴപ്പമില്ല, ചേർപ്പി പോയി കൂലിപ്പണിക്ക് പൊടി. വട ചുട്ട് വിൽക്കാൻ പറഞ്ഞാൽ അരിയും ഉഴുന്ന് മാത്രം മതി. ഉഴുന്ന് ആട്ടി ഇച്ചിരി ഇഞ്ചി പച്ചമുളക് ഇട്ട് കരിയപ്പിലും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി അത് വെച്ച് അപ്പം ചുട്ട് കൊണ്ട് വിറ്റു. അതിലെ പൈസ മക്കൾക്ക് കൊടു. കുട്ടികൾ എവിടെയോ എത്തും.
നീ കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ വളർന്ന നിന്റെ മക്കൾ നിന്റെ കഴുത്ത് നെരിച്ച് നിന്നെ തീർത്തില്ലെങ്കിൽ നീ നോക്കിക്കോ. അതെന്താ ഈ വടവയ്ക്കുന്നത് മാത്രമേ മാന്യമായിട്ടുള്ള ജോലിയുള്ളൂ? മോഡലിംഗിൽ എന്താണ് കുഴപ്പം? ഇൻസ്റ്റാഗ്രാം എക്സ്പ്ലോറിംഗ് തുടങ്ങിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാമിന്റെയും മോഡലിംഗിന്റെയും കരിയറുകളെ പറ്റിയും ഒക്കെയുള്ള ഇൻസ്റ്റാഗ്രാമിന്റെ സൈഡിലേക്ക് ഇവർ എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫെമിനിസത്തിനെ പറ്റിയും പറയുന്നുണ്ട്. ഇങ്ങനെ സദാചാരം തൂറി എഴുകുന്ന ഈ തളജിയൊക്കെ ആരാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് വലിച്ചയച്ചുകൊണ്ട് വന്നെന്ന് ആദ്യം അവനെ തല്ലണം. ഇവരിപ്പോഴും കൂലിപ്പണിക്ക് പോകുന്നതിന് ഇതിലും അന്തസ്സുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മോഡലിംഗിന് ഒരു തൊഴിലായിട്ട് തന്നെ അങ്ങനെ ഒരു തൊഴിലുണ്ടെന്ന് തന്നെ ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയെ ചുരുങ്ങിയതിന്റെ ഒരു പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അയൽവക്കങ്ങളില്ല, ബന്ധുമിത്രാദികളില്ല. നമ്മളൊക്കെ അനുഭവിച്ചിരുന്നതായിരുന്നു കൂട്ടുകുടുംബം. ഒരു രക്ഷയില്ല. നമ്മളൊരു വിവാഹത്തിന് ഡ്രസ് ഇട്ടുകൊണ്ട് പോയപ്പോൾ ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും, ഇറുകിയ ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും. അപ്പോഴേ നമുക്കൊന്നും ഇതിലേക്ക് എടുത്ത് കെട്ടിയിടാം. ഇന്നത് മനസ്സിലാവുന്നു എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്. പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ നല്ലൊരു നാളേക്ക് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വളച്ചൊടിച്ചു. ബൈജു മിനീസ് പറയുന്നു, പറയാൻ ആൾക്കാർ പറയുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. ഇതല്ല സ്വാതന്ത്ര്യം, ഇതല്ല ഫെമിനിസം, ഇതല്ല മോഡേണിസം, ഇതിനെ അല്ല ഫാഷൻ എന്ന് പറയുന്നത്. വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മൗലികാവകാശ ലംഘനം തന്നെയാണ്. പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് തുണി ഊരി നടക്കുന്ന നിന്നെയൊക്കെ പോലുള്ള പെണ്ണുങ്ങൾ സ്ത്രീ വർഗത്തിന് അപമാനമാണ്, സ്ത്രീകൾക്ക് അപമാനമാണ്. ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്ന് കമന്റ് ഇട്ടാൽ അതെടുത്ത് വെച്ച് അവരെ കളിയാക്കുന്ന സൈക്കോത്തരമാണ്, സൈക്കോസിസം. അതിന് മെഡിസിൻ ഉണ്ട്. അമ്മച്ചിയോട് പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കാൻ നോക്കും നമ്മൾ. മനസ്സിലായ? ഉള്ളോളൂ. ഈ തഴപ്പും മുഴപ്പും കണ്ടിട്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അപമാന മനോഘടനയുടെ തെറ്റാണ്. പക്ഷേ നീ ചിന്തിച്ച്, നീ കുടിച്ച പാല് കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു, പെറ്റ തള്ളെ കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു. അത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞേ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടെ ഇതിനകത്തുണ്ട്. രണ്ട് മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ ഉടനെ തോന്നുന്നത് പ്രജനനത്തിന് വേണ്ടി മൃഗങ്ങൾക്ക് തോന്നുന്ന സാധനം മനുഷ്യർക്ക് തോന്നത്തില്ല. മനുഷ്യർക്ക് മാനസികമാണ്. പരസ്പരം അത്രയും അടുത്താൽ ഇഴ ചേർന്നാൽ മാത്രമേ ഇണ ചേരാൻ പറ്റുള്ളൂ. ഇത് കണ്ടെടുത്ത് പോയി വെള്ളം കളയുന്ന കുറേ അവന്മാർക്ക് ഇത് കാണുമ്പോൾ എന്തോ തോന്നും. അതിൽ നിന്ന് മാറി ആ വ്യത്യാസങ്ങൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എഫർട്ട് എടുക്കുന്ന മനുഷ്യരെ നോക്കി കൊഞ്ഞണം കാണിക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത് മാനസിക രോഗമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിലോട്ട് അത് അപ്രൂവ് ചെയ്ത് കൊടുക്കല്ലേ തള്ള ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ടാൽ അവന്മാർ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞെന്താണ് ഇവളോട് ബസ്സിൽ പോയി നിന്ന് ആൾക്കാരോട് തടവാനൊക്കെ ക്ഷണിക്കാനൊക്കെ അല്ലേ പറഞ്ഞു വെക്കുന്നത്. ആരെന്തിട്ടാലും അതും കണ്ടിട്ട് കാമവരെ കൊള്ളുന്ന മാനസിക രോഗമുള്ള ആളുകളുള്ള ഈ സമൂഹത്തിൽ നിങ്ങൾ ഈ വീഡിയോ ചെയ്തതോടെ, നിങ്ങൾ ഇങ്ങനെ സെലക്ഷൻ ചെയ്തതിലൂടെ, ഇങ്ങനെ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അവർ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ അവന്മാരുടെയൊക്കെ മാനസിക രോഗം നിങ്ങൾ അപ്രൂവ് ചെയ്യല്ലേ ചെയ്യുക. അങ്ങനെ മെന്റാലിറ്റി ഉള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ അവന്മാരൊക്കെ വിചാരിക്കുന്ന അവന്മാർ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതി തന്നെയല്ല ചിന്തിക്കുക. ഇവർക്ക് എങ്ങനെ ഈ ഒരേ സമയം ഇങ്ങനെ സ്ലക്ഷൻ ചെയ്യാനും ഫെമിനിസത്തിനെ പൊക്കിപ്പിടിച്ച് നടക്കാനും സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവർ ഇത്രയധികം സ്ലക്ഷൻ ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ഇത്ര വൾഗറായിട്ട് ഇങ്ങനെ ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചെയ്തതിനെതിരെ, ഇത്ര വൾഗറായിട്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനെതിരെ എന്തായാലും ദയ കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇവരിത് വീണ്ടും തുടരും. മരിച്ചുപോയ നമ്മൾക്കൊക്കെ മാറി മറക്കാനുള്ള സ്വാതന്ത്ര്യം നേടി തന്ന അങ്ങേലിയെ ഓർത്ത് നോക്ക്. ചരിത്രം പഠിച്ചൂടെ വെച്ചേ? പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്, 4 അക്ഷരം വായിക്കും, പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഇവിടെ സുന്ദരകൃഷ്ണമൂർത്തി അവർ അത് കിട്ടി എല്ലാം തീർന്നു ചാവാൻ പോയില്ല. 3 വയസ്സുകാരി കുട്ടി ചെയ്തതുപോലെ ചെയ്തില്ല. അതിന്റെ ഓവറായിട്ട് അതിനായിട്ട് ഫോഴ്സ് ചെയ്തത് തെറ്റാണ്, എനിക്ക് സംഭവിച്ച ദുരിതമാണ് എന്ന ചിന്ത കൊടുത്തതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ വന്നത്. ഇതൊന്നുമില്ല മോളെ, കഴിവ് കുളിച്ച് എഴുന്നേറ്റ് വന്ന് ഈ മൊത്തത്തിനെയും ചമ്പൽ റാണി ചെയ്ത കണക്ക് നേർത്തി പൊട്ടിക്കണം എന്ന് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ അവിടെ കുട്ടി മരിക്കത്തില്ല. അത് മെഡിക്കൽ ടൈംസിൽ മരിച്ചു പോയതല്ല. അതിന്റെ മാനസിക പ്രയാസം ഇത്രയും പേര് അറിഞ്ഞോ, ഇത്രയും പേര് ചെയ്തോ, എനിക്ക് ഇനി ജീവിതമില്ല എന്ന് ചമ്പൽ റാണിക്ക് ഇതിനെ സംഭവിച്ച 40ഓളം ടാക്കൂർമാർ ഒന്നിച്ച് കയറി അവൾ അനുഭവിച്ച ദുരിതം ഓർത്തോക്ക്. ഇഴഞ്ഞു വലിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ ഊർജ്ജം സംഭരിച്ച് എടുത്തു തോക്ക് ഇറങ്ങി പൊട്ടിച്ചു നേരത്തി. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരനുഭവിച്ച വിഷമമോ അവരനുഭവിച്ച ബുദ്ധിമുട്ടോ അവയർനെസ് കൊടുക്ക്. തുണി ഊരി കാണിക്കുന്നതാണ് അവയർനെസ്. ഇതാണോ സ്ത്രീത്വം? നിന്റെ അമ്മച്ചി നിന്നെ പഠിപ്പിച്ചതാണോ മോളെ? തുണി ഊരി പറിച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ കണ്ട സ്വാതന്ത്ര്യം, ഇതാണ് നീയാണ് ഫെമിനിസ്റ്റ്. ഫ്രീ സെക്സിന് താല്പര്യമുള്ള കുറെ വൃത്തികെട്ട ജന്മങ്ങളാണ് ഈ ഫെമിനിസത്തിനെ വളർത്തിപ്പിക്കുന്നത്. ഫെമിനിസം എന്നാൽ ഇക്വാലിസം, സഹജീവിയായെങ്കിലും അംഗീകരിക്കപ്പെടാനുള്ള പെണ്ണിന്റെ കഷ്ടപ്പാടിന്റെ നേരെയാണ് നീയൊക്കെ കാണിക്കുന്ന വെറും വൃത്തികേടാണ്. വസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം ജനത ഇവിടെ മൂടപ്പെടുകയാണ്, മുഖം വരെ മറക്കപ്പെടുകയാണ് പെൺകുട്ടികളുടെ. അവർ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള വൾഗാരിറ്റി കാണുമ്പോഴത്തേക്ക് ഭയപ്പെട്ടിട്ടാണ്. അപകർഷതാബോധത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് ഒരു വിഭാഗത്തിലെ പെൺകുട്ടികളെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത് ഈ ഒരു വൾഗർ ചിന്താഗതിയാണ്. മിതത്വം എല്ലാത്തിനും വേണം. അമിത അടിമത്വമോ അമിതമായ ആർഭാടമോ വേണ്ട, മിതത്വം വേണം. ആ മിതത്വം ലൈഫ് ലോങ് ഉണ്ടാകും. ഇത് കണ്ടുകൊണ്ട് കുറെ അലവലാദികൾ വന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോൾ പറയും, അയ്യോ അവർ ബൈജു മിനി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് തള്ള വൈബ്, ഇതൊക്കെ പറഞ്ഞാലും ഇത് തള്ള വൈബും തന്ത വൈബാണ്, നിങ്ങൾ ഇനി മുത്തച്ചി വൈബ് എന്ന് പറഞ്ഞാലും ഇത് മനുഷ്യത്വപരമായ ഒരു തീക്കണം. അത് അനുഭവിക്കണമെങ്കിൽ താഴേക്കിടയിലുള്ള കഷ്ടപ്പെടുന്ന മിഡിൽ ക്ലാസ് പെണ്ണുങ്ങളോട് ചോദിക്കുക, അവർ ഓരോ ദിവസം അനുഭവിക്കുന്ന മെന്റൽ ടർം എന്താണെന്ന്, അവരെന്തോരം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, അവരെന്തോരം ടെൻഷനാണ് അനുഭവിക്കുന്നത്, ബസ്സുകളിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുണ്ടാണെന്ന്, വൾഗർ സ്റ്റേറ്റ്മെന്റുകൾ, വർത്തമാനങ്ങൾ, ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഫുള്ള് കവർ ചെയ്ത് പറതായിട്ട് നടന്നാൽ, മൊത്തം കവർ ചെയ്ത് കണ്ണുപോലും കാണാത്ത രീതിയിൽ നടന്നെന്ന് പറഞ്ഞാൽ പോലും കീറിപ്പിടിക്കുകയും ലൈംഗിക അതിക്രമം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുള്ള ഈ സമൂഹത്തിൽ ഇത്രയധികം വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. ഇത്ര വൾഗറായിട്ട് ഇതിനെ സ്ലക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് അംഗീകരിച്ച് കൊടുക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ മെന്റാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ശക്തയാവാത്തടത്താണ്. ശക്തയാവുക എന്ന് പറഞ്ഞാൽ തുണി പറിച്ചെറിഞ്ഞിട്ടല്ലേ ശക്തയാവേണ്ടത്. കാര്യക്ഷമതയോട് നാക്കിന്റെ ബലം കൊണ്ട് നിൽക്ക്, നാക്ക് കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നിന്റെ അമ്മയെ പോലെ ഈ തൊള നിന്റെ അമ്മച്ചിക്കുമുണ്ട്, ആ തൊളയിൽ കൂടെയാണ് നീ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് നീ തൊള ഊരി കാണിക്കുകയല്ല വേണ്ടത്. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ നിന്നെ പോലെ ഒരു ജീവനാണ്, അല്ലാതെ എൻ്റെ ഒരു ഇതുണ്ട്, അത് നല്ല രസമുണ്ട്, അതിന്റെ വലിപ്പം കണ്ടോളൂ, അത് ഞാൻ താഴ്ത്തി ഇറക്കി, അത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്നല്ല പറയേണ്ടത്. ഇത് പറയുമ്പോൾ നമ്മുടെ കൺട്രോൾ തെറ്റി പോകുന്നതിന്റെ റീസൺ ഇതാ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. നന്ദി. ഇത് ഷെയർ ഒന്നും ചെയ്യണ്ട. കണ്ടപ്പോൾ സഹിക്കാൻ പറ്റും. കാരണം ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു 100 കമന്റ് ഞാൻ പോയിട്ടുണ്ട്. ഗ്രേറ്റ്, സൂപ്പർ,
എന്ത് 100 കമന്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ സംസാര രീതി, അവരുടെ ടോക്കിംഗ് സ്റ്റൈൽ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. നിഷേധാത്മകമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സ്ട്രോങ് പെണ്ണായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തുണി വലിച്ചെറിയുന്നിടത്തേക്ക് എത്തിയെങ്കിൽ നീ വെറും വിടക്കാണെന്നാണ് എനിക്ക് പറയുന്നത്. വീട്ടിലും ബസ്സിലും പൊതുസ്ഥലത്തും പല സ്ഥലങ്ങളിൽ വെച്ച് കൊച്ചുകുട്ടികളെ അടക്കം കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവരെ വരെ കയറിപ്പിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ടത് കണ്ടിട്ടാണോ ഇത്ര നാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെ ചിന്തിക്കേണ്ട സംഭവമാണ് മാറേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ന്യൂസ് കണ്ടതാണ്. ഒരു അധ്യാപകൻ, കൊല്ലത്താണെന്ന് തോന്നുന്നു, ഒരു അധ്യാപകൻ ഒരുപാട് കുട്ടികളെ കയറിപ്പിടിച്ചതും അവരെ ലൈംഗിക അതിക്രമം നടത്തിയത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോൾ ആ സ്കൂളിലെ ടീച്ചർ നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വന്നതിനെ ചോദ്യം ചെയ്ത ഒരു ഇൻസിഡൻറ്റ് ഞാൻ കണ്ടിരുന്നു. അതേ ചോദ്യം ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് കാമം തോന്നിയാൽ അത് നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ കുഴപ്പമാണോ അതോ മറ്റ് അങ്ങനെ തോന്നിയമാരുടെ കുഴപ്പമാണോ? എനിക്ക് സഫീന ബീബിയോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്ര മേക്കപ്പ് ഇട്ട് കണ്ണും എഴുതി ലിപ്സ്റ്റിക്കും ഇട്ട് മുടിയും ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ട് പുറത്തോട്ടിറങ്ങിയാൽ ഈ ചൊവ്വാന്ന് കത്തി നിൽക്കുന്ന ലിപ്സ്റ്റിക്ക് കണ്ടിട്ട് നിങ്ങളെ ലൈംഗിക അതിക്രമം ചെയ്യാൻ ആർക്കെങ്കിലും തോന്നിയാൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ, അവർ നിങ്ങളെ അങ്ങനെ തോന്നി ഒരുത്തൻ നിങ്ങളെ കയറി പിടിച്ചാൽ അത് അവൻ്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ? അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അവനെ ക്ഷണിക്കുകയായിരുന്നു, അവനെ ഉമ്മ വെക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് കൊണ്ടാണ് നിങ്ങൾ അവൻ കയറി ഉമ്മ വെച്ചതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ നിങ്ങളത് സമ്മതിച്ചു തരുമോ? ആളുകൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളെപ്പറ്റി അഭിപ്രായങ്ങൾ പറയാം എന്ന് കരുതി ഈ ഇന്റർനെറ്റിൽ വന്ന് എന്തും വിളിച്ചു പോവാം എന്നൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്, സ്വന്തം അഭിപ്രായങ്ങൾ പറയാം, പങ്കുവയ്ക്കാം എന്നുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അത് ആരെയും സ്ലക്ഷേം ചെയ്യാനോ അവരിടുന്ന വസ്ത്രങ്ങൾ അവർ ലൈംഗിക അതിക്രമങ്ങൾ വിളിച്ചു വരുത്തുകയാണെന്ന് പറയാനോ അവർ തന്നെ തലോടാനോ തന്നെ കയറി പിടിക്കാനോ ആളുകളെ ക്ഷണിക്കുകയാണെന്നോ അങ്ങനെ പറഞ്ഞു വെക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് ഫെമിനിസത്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഒരു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനല്ലേ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ബസ്സുകളിൽ ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുള്ള പെണ്ണുങ്ങളോട് പോയി ചോദിച്ചാൽ മതി, ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നിട്ടാണോ അവരെ ആളുകൾ കയറി പിടിച്ചത്? സർവൈവേഴ്സിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി, അവർ എത്ര എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ്, അവർ ഇങ്ങനെയുള്ള എക്സ്പോസിംഗ് വസ്ത്രം ധരിച്ച് ക്ഷണിച്ചിട്ടാണോ അവന്മാർ കയറി പിടിച്ചതും ലൈംഗിക അതിക്രമം നടത്തിയെന്ന് നിങ്ങളൊന്ന് ഇറങ്ങി ചോദിച്ചാൽ മതി. വലിയ ഫെമിനിസത്തിനെ പറ്റി പാതവരാതെ കിടന്ന് തോലിക്കുന്നുണ്ടല്ലോ. അല്ലാതെ തന്തയുടെ തറവാട്ട് വീട്ടിലിരുന്ന് കണ്ണി കണ്ട കഴിവേറി തള്ളച്ചികളോട് പറയുന്ന കാട്ടവരാതങ്ങളൊന്നും വന്നിങ്ങനെ ഇന്റർനെറ്റിൽ വിളിച്ചു പോകാൻ നിൽക്കരുത്. എന്തായാലും വരും വീഡിയോകളിൽ ബീവി ലിപ്സ്റ്റിക്ക് ഉപേക്ഷിച്ച് കണ്ണിനടിയിലുള്ള കറുപ്പും ഉപേക്ഷിച്ച് ഒരു പർദ്ദയും ഇട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.